ദൈവം ഒരു കാര്യം അനുവദിച്ചാൽ, ആ രോഗമാണെങ്കിലും ക്ഷീണമാണെങ്കിലും പ്രശ്നമാണെങ്കിലും നിന്ദയാണെങ്കിലും മനുഷ്യരിൽ പോയി ആശ്രയിച്ച് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആ തീച്ചൂളയുടെ അനുഭവത്തിൽ ശദ്രക്കും മേശക്കും അഭയനഗോഗനും ആരും അറിയത്തില്ല, ഇങ്ങനെ ഒന്ന് മടങ്ങിയാൽ മതി അല്ലേ, പ്രശ്നം തീർന്നേനെ. ഇത്രയും കൂടുള്ള യഹൂദന്മാർ ചോദിച്ചു കാണും, നിങ്ങൾ എന്തിനായി പുകലെല്ലാം ഉണ്ടാക്കുന്നത്, എന്തിനായി പ്രശ്നം ഉണ്ടാക്കുന്നത്, ആരും അറിയത്തില്ലെന്നേ. അതുകൊണ്ട് ഇങ്ങനെ അത്രയേ ഉള്ളൂ, ഒന്ന് പെട്ടെന്നൊന്ന് മടങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി കുമ്പിട്ടൊന്നും മടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ പ്രശ്നം. ഇതുപോലുള്ള ഉത്സവങ്ങൾ അതുകൊണ്ട് അടുത്ത് വരുന്നു, ഹാപ്പി ക്രിസ്മസും പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിയാവുന്ന ചില ദൈവദാസന്മാരൊക്കെ ഞാൻ നോക്കിയപ്പോൾ സാന്റക്ലോസിൻ്റെ കൂടി ഇങ്ങനെ അവർ തന്നെ ഒരു സാന്റക്ലോസിനെ ഒരാളെ ആക്കിയിരിക്കുക, പരസ്യങ്ങളൊക്കെ നടത്തുക. പരസ്യങ്ങൾക്ക് ഇപ്പോൾ ആര് വേണം? സാന്റക്ലോസ് വേണം. പരസ്യയോഗം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 94 തൊട്ട് ഇന്ത്യയെ പ്രസംഗിക്കുക, ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളെല്ലാം. ഇന്ന് വരെ സാന്റക്ലോസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സ്തോത്രം. പരസ്യയോഗം യേശുവിനെ ഉയർത്തിയാൽ ഞാൻ പറഞ്ഞില്ല, ഇത് അംഗീകാരം കിട്ടാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജോലി സ്ഥലത്ത് ആ പ്രോഗ്രാമിൽ അങ്ങ് ചേരുന്നത് എന്തുകൊണ്ടാണ്? അംഗീകാരം കിട്ടാൻ. ജോലി സ്ഥലത്ത് വില കൊടുത്താൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ പറയുന്നത് പുള്ളി പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ആരാ തീരുമാനിക്കുന്നത്? നമ്മൾ വില കൊടുക്കുമ്പോൾ അത് ജോലി സ്ഥലത്ത് വില കൊടുക്കണം. ഓരോ കാര്യത്തിലും നമ്മൾ പെട്ടെന്നൊന്നും ആരും അറിയത്തില്ലല്ലോ. ഒരു ഓണപ്പായസം കുടിച്ചു, അല്ലെങ്കിൽ ഒരു പൂക്കളം ഇട്ടതിൻ്റെ മുമ്പിൽ കയറുന്ന ഫോട്ടോ. എത്ര ദൈവമക്കളാണെന്നറിയാം ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലിരുന്ന് ഫോട്ടോയും എടുത്തിട്ട് ഇപ്പം സ്റ്റേറ്റസ് ഇടുന്നത്. എന്നാൽ പിന്നെ ഇങ്ങ് പോയി നിന്നാൽ പോലും ബലമില്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക, നെടുമ്പാട് വീണ് ബലം തരാൻ. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റസ് ഇട്ട് പബ്ലിക്കിനെ അറിയിക്കുന്നതിനാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു യേശുവിൻ്റെ ഒരു വിറ്റ്നസ്സായി തീരുവാൻ ഒരു പ്രത്യേകതയുള്ളവൻ. എന്നിട്ടും ദൈവമക്കൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണോ? ഇത് റോമൻ സൂര്യദേവൻ മിത്രയുടെ ജന്മദിനമാണ്. ഇത് പിന്നീട് പല ഈസ്റ്ററും അതുപോലെ വേറൊരു ആംഗ്ലോ സാക്സൺ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയും. വിക്കിപീഡിയ എൻസൈക്ലോപീഡിയയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ചന്ദ്രദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. EASTRE എന്നാണ് ആ ദേവതയുടെ പേര്. അത് ആ ഒരു യൂറോപ്യൻ പദമായിട്ട് അങ്ങനെയാണ് അതിനെ ഈസ്റ്ററി എന്ന് വേണേൽ പ്രൊനൗൺസ് ചെയ്യാം. അതാണ് പിന്നെ എന്തായി തീർന്നത്? ഈസ്റ്ററായി തീർന്നത്. അതായത് ഈസ്റ്റർ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടില്ല. ഈസ്റ്റർ പുനരുദ്ധാനം പ്രാപിച്ച ദിവസമല്ല. ഇത് ഫെബ്രുവരി 15 തൊട്ട് ഏപ്രിൽ 30 വരെ കഴിഞ്ഞ 100 വർഷത്തെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചന്ദ്രൻ്റെ ഫേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഉത്സവമാണ്. ഇത് എന്നേക്കാൾ കൂടുതൽ ദൈവദാസന്മാർക്കെല്ലാം അറിയാം, വിശ്വാസികൾക്കെല്ലാം അറിയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ട്? ഇന്ന് നിങ്ങൾ എൻ്റെ ഫോൺ എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടും വിക്കിപീഡിയയിൽ നിന്ന് ഈ കാര്യങ്ങൾ, ഈ ഫാക്റ്റ് കിട്ടും. ഇത് സത്യമാണ്. എന്നാലും എല്ലാവരും ചെയ്യുന്നു, ദൈവദാസന്മാർ ചെയ്യുന്നു, പാസ്റ്റർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിലും കൂടിയാൽ ദൈവമക്കളെ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല. സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ വില കൊടുക്കാൻ പറ്റത്തില്ലയോ? എങ്ങനെ കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ പറ്റും?